വർഷം 2016. 2016 കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റ് അധികം ക്ലിക്കാകാഞ്ഞ സമയത്ത് തന്നെ മാരുതി ഇന്ത്യയിലോട്ട് അവതരിപ്പിച്ച അവരുടെ ആദ്യ കോമ്പാക്ട് എസ് യു മോഡലായ ബ്രസയാണ് നമ്മുടെ ഇവിടെ നിന്നുള്ളത്. ഇന്ന് കാലം 2024. 2024 ഇവനെ കോമ്പറ്റ് ചെയ്യാൻ ധാരാളം വാഹനങ്ങളാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. നിങ്ങൾക്കറിയാം, ഏറ്റവും അധികം ഒരു 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും അധികം കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റ്. 2016 ഇറങ്ങിയ ബ്രസ സെക്കൻഡ് ജനറേഷൻ 2022 ലോഞ്ച് ചെയ്ത് ആ ഒരു സെക്കൻഡ് ജനറേഷൻ ബ്രസയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ VXA എന്ന സെക്കൻഡ് വേരിയൻ്റാണ്. നമുക്കറിയാം, മാരുതി സുസുക്കി സാധാരണക്കാരുടെ ബ്രാൻഡാണ്. അപ്പം സാധാരണക്കാരാണ് കൂടുതലും മാരുതി വാഹനങ്ങൾ ചൂസ് ചെയ്യാറുള്ളത്. അഫോർഡബിൾ ആയിട്ടുള്ള മെയിൻ്റനൻസ്, അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻസി, കൊടുത്താലും നല്ല പൈസ കിട്ടും. കാരണം റീസെയിൽ വാല്യൂ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം ഉള്ള ഒരു ബ്രാൻഡ് കൂടിയാണ് മാരുതി സുസുക്കി. ഒരു കാലത്തും പണി വരുന്നില്ല, നല്ല റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്, കാലത്തിനനുസരിച്ചുള്ള മാറ്റം കൊണ്ടുവരുന്നൊരു ബ്രാൻഡാണ്. ഇപ്പം നമുക്കറിയാം, ബേസിക്കായിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയാണ് ബ്രസ വന്നിരിക്കുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും മാരുതി ഒരുപാട് പേര് കുറ്റം പറയാറുണ്ടെങ്കിൽ കൂടി ബ്രസയ്ക്ക് സേഫ്റ്റി ഉള്ളതായിട്ട് പലരും അവരുടെ എക്സ്പീരിയൻസിലൂടെ പറയാറുണ്ട്. ഇന്നും നമ്മളൊന്നും നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ്. കാരണം റോഡിലൊരു ആക്സിഡൻറ്റ്, ഒരു ബ്രസ പൂർണ്ണമായിട്ടും ടോട്ടൽ ലോസ് ആയി, പക്ഷേ അതിനകത്തിരുന്ന ആൾക്ക് ഒരു പരിക്ക് പോലും ഇല്ലായിരുന്നു. അതാണ് ബ്രസയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ജനപ്രിയമായിട്ടുള്ളൊരു മോഡലാണ് മാരുതി സുസുക്കി ബ്രസ. അതിന് തന്നെ സെക്കൻഡ് വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകും. ഡിസൈൻ വൈസ് നോക്കാൻ നേരത്തെ ഒരു SUV രൂപം എന്നാണ് പറയേണ്ടത്. ചുറ്റും ബോഡി ഗ്ലാഡിങ്ങും അതിമനോഹരമായ ഒരു SUV കാണുന്നൊരു ഫീൽ, ആ ഒരു കോമ്പാക്ട് SUV എന്ന് ഫീൽ ചെയ്യത്തില്ല. ഒരു മിഡ് സൈസ് SUVയുടെ വലിപ്പം ഫീൽ ചെയ്യുന്ന ഒരു കോമ്പാക്ട് SUV എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വണ്ടി ഒട്ടും ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസൈൻ തന്നെയാണ്. അത്യാവശ്യം ക്യാരക്ടർ ലൈനും ഉയർന്നു നിൽക്കുന്ന ഒരു ബോണറ്റ് ഷെല്ലും അവിടെ അത്യാവശ്യം ക്യാരക്ടർ ലൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കാനായിട്ട് മാരുതി ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാം. ഇത് VXA ആയതുകൊണ്ട് തന്നെ ഹാലോജൻ പ്രൊജക്റ്റഡ് LED ഹെഡ്ലാമ്പാണ് വരുന്നത്. നമുക്ക് ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ഗൺമെറ്റൽ ഗ്രേ ഫിനിഷുള്ളൊരു ഗ്രില്ലും കാണാം. ഇവിടെ ഒരു ക്രോം ഇൻസൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് തോന്നുന്നൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഹാലോജൻ പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ്, ഒരിക്കലും LED അല്ല. ടോപ്പ് എൻഡിലോട്ട് പോകുമ്പോൾ നമുക്ക് LED ലഭിക്കും. ZXA എന്ന മൂന്നാമത്തെ വേരിയൻ്റ് തൊട്ട് നമുക്ക് LED വിത്ത് DRലും കൂടി ലഭിക്കും. അത് കുറച്ചുകൂടി ഭംഗിയാണ് കാണാനായിട്ട്. അത്യാവശ്യം വലിയ എയർഡാം യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ലുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോപ്പർ SUV കാണുന്നൊരു ഫീൽ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ മോഡൽ ഒരു എക്സ്ട്രാ പാക്കേജ് കയറ്റിയൊരു വാഹനമാണ്, കമ്പനി ഇൻബിൽട്ട് തന്നെ. കാരണം അർബനോ എന്ന് പറഞ്ഞൊരു പാക്കേജ് കയറ്റിയ വാഹനമാണ്. അപ്പോൾ ഇതിലാണ് ഈ ഒരു ഗ്ലാഡിങ്ങിലൊക്കെ കുറച്ചുകൂടി ഒരു എലമെൻസ് ഒക്കെ കൊടുത്ത് ഇവിടെ നമുക്കൊരു മെറ്റീരിയലൊക്കെ കൊടുത്ത് കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് ആഡ് ഓൺസ് ഒക്കെ ഇന്റീരിയറിൽ നമുക്ക് ഫീൽ ചെയ്യും. മെയിനായിട്ടും ഫോഗ് ലാമ്പ് ഈ ഒരു പാക്കേജിൽ വരുന്നുണ്ട്. ഏകദേശം 27,000 രൂപ നിങ്ങൾ അഡീഷണൽ ഈ ഒരു VXA എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു പാക്കേജ് ആഡ് ചെയ്യാണ്. VXA, LXA തുടങ്ങിയ വേരിയൻസിലാണ് നമുക്ക് ഈ ഒരു പാക്കേജ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇന്റീരിയറിൽ കയറുമ്പോഴും കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ടയർ സൈസിലോട്ടൊക്കെ വരാം. ഏകദേശം ടയർ സൈസ് വരുമ്പോൾ 215, 50, 16 ഇഞ്ച് ടയറാണ് വരുന്ന ഒരു ഗൺമെറ്റൽ ഗ്രേ വീൽ ക്യാപ്പും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ എടുത്തിട്ട് അഡീഷണൽ ആഡ് ഓൺ അലോയ് വീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും വാഹനം കാണാനായിട്ട്. മാരുതിയുടെ ആ ഒരു തനത് ORVM കാണാം. ടേൺ ഇൻഡിക്കേറ്ററോടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. A പില്ലർ, B പില്ലറൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കോർണർ ഗ്ലാസും കാണാം. വിശാലമായുള്ള ഗ്ലാസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇന്റീരിയറിലിരിക്കും നമുക്ക് കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ടുള്ളൊരു ഫീൽ തീർച്ചയായിട്ടും ലഭിക്കും. ഇനി എനിക്ക് ഈ വാഹനത്തിന്റെ പേഴ്സണലി ഇഷ്ടമുള്ള ഈ വാഹനത്തിന്റെ റിയർ സൈഡ് നമുക്ക് നോക്കാം. ബ്രസയുടെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു റിയർ ഡിസൈനാണ്. 2022 ബ്രസ വന്നപ്പോൾ ഞാൻ കണ്ണുകളിൽ പോയി എൻ്റെ റിയർ സൈഡ് കണ്ടാണ്. കാരണം ഒരു റേഞ്ച് റോവർ ഇൻസ്പയർഡ് റിയർ സൈഡ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതിൻ്റെ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ്, ഒരു പിയാനോ ബ്ലാക്ക് ടെയിൽ ലാമ്പ് യൂണിറ്റിൽ ആ ഒരു LED സ്ട്രിപ്പ് പോയിരിക്കുന്നത് ഒരു രക്ഷയില്ല. പിന്നെ ബ്രസ എന്ന് ഈ വലിച്ച് ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്, സുസുക്കിയുടെ ലോഗോ നമുക്ക് കാണാം. പിന്നെ ഒരു പവർ ബൾജറും ഒരു കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാഹനം കാണുന്ന ഒരു ഫീൽ നമുക്ക് ലഭിക്കും. കാരണം പൊതുവെ മാരുതിയുടെ വാഹനങ്ങൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടാറില്ലെങ്കിലും ബ്രസയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ഫീൽ തീർച്ചയായിട്ടും ഉണ്ട്. VXAയിൽ തന്നെ ഡീഫോഗർ ലൈൻസ്, ഷാർഫിൻ ആൻറ്റിന തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അലോയ് വീൽ ഇട്ടാൽ മാത്രം മതി ഇതെടുത്തിട്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും നിങ്ങൾ ആഡ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ്. ഇപ്പം നമ്മൾ കാണുന്ന വാഹനത്തിൻ്റെ ആക്സറീസ് പാക്കേജിൽ ഫിറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഡാഷ്ബോർഡിൽ കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ഗാർണിഷ്, 3D മാറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഒരു പാർഷ്യൽ ട്രേ നിങ്ങൾ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രയോജനമായിരിക്കും. പിന്നെ സീറ്റിൻ്റെ ഫോൾഡിംഗ് എന്ന് പറയുമ്പോൾ ബെഞ്ച് ഫോൾഡിംഗ് ആണ്. 50-50 ഒന്നുമായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് അടുത്ത വേരിയന്റിലോട്ട് പോകുമ്പോഴേ ലഭിക്കത്തുള്ളെങ്കിലും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇന്റീരിയർ കയറിയുമ്പോൾ പറയാം. പിന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബൂട്ട് ലിഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി ഇന്റീരിയറിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ബ്രസ VXA ഇന്റീരിയറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ ഫീൽ ചെയ്യുക ഒരു രക്ഷയില്ലാത്ത ഒരു ഫുൾ ഓപ്ഷൻ കാണുന്ന ഒരു ഫീൽ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. കാരണം സ്ക്രീനുണ്ട്, അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഈ ഒരു പാക്കേജിൽ റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്.
അപ്പോൾ അതൊരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ഷൻ, സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ, കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഓട്ടോ ക്ലൈമറ്റ് AC, മിറർ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, അത്യാവശ്യം ഇൻഫർമേഷനൊക്കെ ലഭിക്കുന്നൊരു മീറ്റർ കൺസോൾ, നടുക്ക് ചെറിയൊരു MIDയും കാണാം. ഈ ഒരു വുഡൻ പാനലിംഗ് ഒക്കെ ഈ ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതും ഒരു പ്രീമിയം ടച്ച് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. മാനുവലി ഡിം ചെയ്യാൻ സാധിക്കുന്ന ഒരു മിറർ, ഇവിടെ നമുക്കൊരു വാനിറ്റി മിററും കമ്പനി നൽകിയിട്ടുണ്ട്, അതും കൊള്ളാം. പിന്നെ ഈ ബ്രസയുടെ ഒരു പ്രത്യേകത, അത്യാവശ്യം ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ബോണറ്റൊക്കെ കണ്ടുകൊണ്ട് ഓടിക്കാൻ നല്ല വിസിബിലിറ്റി ലഭിക്കും. ടിൽറ്റ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് വീല്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റുള്ള ഡ്രൈവർ സീറ്റും കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം. ഫുൾ ഓപ്ഷനായിട്ട് വരും, വയർലെസ് ചാർജിങ് ഒക്കെ വരും. ഇതിനെ സംബന്ധിച്ച് വയർലെസ് ചാർജിങ് ഇല്ല, ഹാൻഡ് റെസ്റ്റ് ഇല്ല എന്നുള്ളൊരു കുറവുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്, ഡോർ അത്യാവശ്യം ഹെവിയാണ്. അവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡറും പവർ വിൻഡോയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ലാമ്പും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിയർ സൈഡിൽ പോയിട്ട് അവിടുത്തെ സ്പേസ് നോക്കാം. ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല സീറ്റിംഗ് കംഫർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടുത്തെ സ്പേസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ ബ്രസയുടെ റിയർ സീറ്റിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. അത്യാവശ്യം ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീൽ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. തീരെ താഴ്ന്ന വിൻഡോ ലൈൻ ആയതുകൊണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പറ്റുന്ന കാര്യം, ഈ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിൽ നിങ്ങളൊരു വാഹനം നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം റിയർ സീറ്റിലെ ഷോൾഡർ സ്പേസ്. അത് മിക്ക വാഹനങ്ങളിലും എനിക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷേ ബ്രസയുടെ കാര്യത്തിൽ അത്യാവശ്യം വൈഡർ ആയതുകൊണ്ട് തന്നെ 3 പേർക്ക് നെഞ്ചും വിരിച്ചിരിക്കാനുള്ള വിത്തുണ്ട്, അല്ലെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. റിയർ AC വെന്റ് കൊടുത്തിട്ടുണ്ട്, ചാർജിങ് പോർട്സ്, അത്യാവശ്യം തൈ സപ്പോർട്ട്, നല്ല ലെഗ് സ്പേസ്, ഹെഡ് റൂം. സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും കമ്പനി വരുത്തിയിട്ടില്ല. ഇവിടെ മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂവും ആണെങ്കിലും അസാധ്യമാണ്, അല്ലെങ്കിൽ ഒരു രക്ഷയില്ലെന്നാണ് പറയേണ്ടത്. കൊള്ളാം, മൊത്തത്തിൽ ഒരു അടിപൊളിയാണ്. പിന്നെ ഈ ഒരു കോട്ടർ ഗ്ലാസ് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ ഒരു ഏറിയ ഒരു റൂമി ഫീല് തീർച്ചയായിട്ടും ഇതിൻ്റെ റിയർ സീറ്റിലിരിക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ ഡ്രൈവിലോട്ട് കിടക്കാം. ഏറ്റവും പുതിയ ബ്രസയുടെ എഞ്ചിൻ ഒന്ന് കാണാം. എഞ്ചിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൂവൺ എഞ്ചിനാണ്. ഇപ്പോഴത്തെ മിക്ക വാഹനങ്ങളിലും ടെർബോ ചാർജ് എഞ്ചിൻ, അല്ലെങ്കിൽ ഓരോ പുതിയ എഞ്ചിനും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വർഷങ്ങളായിട്ട് അങ്ങേയറ്റം സ്മൂത്ത് ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള 4 സിലിണ്ടർ 1.5 ലിറ്റർ എഞ്ചിനാണ് കമ്പനി ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ ക്യാബിനാണ്, അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 4 സിലിണ്ടർ ആണ്, എഞ്ചിനാണ്, റിലയബിൾ ആണ്, 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഈ ഹുഡിൻ്റെ വെയിറ്റ് ഒരു രക്ഷയില്ല. ഒരു മാരുതി വാഹനത്തിൻ്റെ ഹുഡാണോ ഞാൻ ഈ പൊക്കി പിടിച്ചിരിക്കുന്നത് എനിക്കൊരു സംശയമുണ്ട്. എന്താ ഒരു തക് സൗണ്ട് കൊണ്ട്. ഇനി ഇവൻ്റെ ഡ്രൈവിലോട്ട് കിടക്കാം. നമ്മൾ ബ്രസയുടെ 1.5 ലിറ്റർ എഞ്ചിൻ വരുന്ന ഏതാ ഓടിക്കുന്നത്, മാനുവൽ ഗിയർ ബോക്സുകളാണ് ഓടിക്കുന്നത്. കാരണം VXIയിൽ മാനുവലും വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. VXI തൊട്ട് അങ്ങോട്ട് നമുക്കൊരു 6 സ്പീഡ് വിത്ത് പാഡൽ ഷിഫ്റ്റ് വരുന്ന ഒരു ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് നമുക്ക് ലഭിക്കും. ബഡ്ജറ്റ് ഉള്ളവർ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കിലോട്ട് പോവുക. മാനുവലിൻ്റെ കാലമൊക്കെ കഴിഞ്ഞുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ വാഹനം ഓടിക്കുകയാണ്. എങ്കിലും വളരെ ക്ലിക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റാണ്. ഇപ്പോൾ LX നിന്ന് എടുക്കുന്ന ഒരു മാനുവൽ മാത്രം ഉള്ളെന്നോർത്ത് വിഷമിക്കേണ്ട. കാരണം വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചും വളരെ ലൈറ്റായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകാവുന്ന ഒരു ട്രാൻസ്മിഷനാണ് കമ്പനി ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സുഖമുണ്ട് ഓടിക്കാൻ. നമുക്ക് ഒട്ടും എഫേർട്ട് എടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നമുക്ക് കൊണ്ടുനടക്കാൻ ഒരു സുഖമുണ്ട്. കണ്ട റിവേഴ്സ് ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പെട്രോൾ എഞ്ചിൻ, ഒരു പെട്രോൾ കോമ്പാക്ട് SUV നിങ്ങൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് കൊണ്ടുനടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കൊടുക്കുമ്പോഴും അത്യാവശ്യം നല്ല വില കിട്ടണം, വാങ്ങിക്കുമ്പോഴും നഷ്ടമൊന്നും തോന്നരുത്, സർവീസിന് കൊണ്ടുപോകുമ്പോഴും ഒരു നഷ്ടബോധം തോന്നരുത്. അത്യാവശ്യം തിരക്കിടില്ലാതെ ഒരു മൈലേജ്, ഒരു 15 താഴെയൊക്കെ മൈലേജ്, അല്ല തീരെ മൈലേജ് ഡ്രോപ്പ് വരാത്ത രീതിയിൽ കമ്പനി ക്ലെയിം ചെയ്യുന്നതിനൊക്കെ അടുപ്പിച്ച് മൈലേജ് കിട്ടുന്ന രീതിയിൽ കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ടത് ബ്രസയിലോട്ടാണെന്നാണ് എനിക്ക് പറയേണ്ടത്. കാരണം വണ്ടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സെയിൽസ് റിപ്പോർട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ബ്രസ ഇപ്പോഴും ടോപ്പ് സെല്ലിംഗ് കോമ്പാക്ട് SUV ആയിട്ട് ഇന്ന് നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് മാരുതി സുസുക്കി ബ്രസ. അപ്പോൾ എന്തായാലും സസ്പെൻഷനൊക്കെ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷനാണ്. ഇതിൽ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് തീർച്ചയായിട്ടും വാഹനം കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റാണ് എനിക്ക് എൻ്റെ ശരിക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവം. നല്ല പക്കയായിട്ട് തന്നെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. പിന്നെ NVH ലെവൽ ഒരു തുള്ളി എഞ്ചിൻ സൗണ്ട് വാഹനത്തിൻ്റെ അകത്തോട്ട് വരുന്നില്ല. അത്രത്തോളം റിഫൈൻമെൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. അത്യാവശ്യം കാല് കൊടുത്തൊക്കെ പോകണമെങ്കിലും റബ് ചെയ്ത് ഗിയർ മാറ്റി എടുക്കണമെങ്കിലും അത്യാവശ്യം അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് മാരുതി സുസുക്കി ബ്രസ. കാല് കൊടുത്താൽ നമുക്ക് പറന്ന് കയറി പോകുന്ന ഫീല് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്.
അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം മാരുതി വാഹനങ്ങളൊക്കെ കാണുന്ന പോലെ ഒരു സ്റ്റിയറിംഗ് വീലാണെങ്കിൽ റിട്ടേൺ വരാനൊക്കെ കുറേ കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് 2022 മുതലുള്ള വാഹനങ്ങളെ സംബന്ധിച്ച്. ടോപ്പ് എൻഡിലോട്ടൊക്കെ പോകുമ്പോൾ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റവും കൂടി വരും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഔട്ട്രോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോ. അപ്പം മാരുതി വാഹനങ്ങൾ ഏതെങ്കിലും വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുണ്ടന്നൂരുള്ള മെജോ മോട്ടോഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നെക്സ ലൈനപ്പിലുള്ള വാഹനമായാലും അരീന ലൈനപ്പിലുള്ള വാഹനമായാലും കേരളത്തിൽ അത്യാവശ്യം വലിയ ഒരു ഷോറൂം തന്നെയാണ് അരീനയുടെ ഈ ഒരു ഷോറൂം. സെയിൽസ് ആയാലും സർവീസ് ആയാലും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സ്പെയർസ് ആയാലും നിങ്ങൾക്ക് എർട്ടിക ആയാലും ബ്രസ് ആയാലും ബെലേനോ ആയാലും സ്വിഫ്റ്റ് ആയാലും വാഗണാർ ആയാലും മാരുതി ലൈനപ്പിലുള്ള ഏത് വാഹനത്തിൻ്റെ എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.